കൊച്ചിയിലെ സാഹചര്യം നോക്കാം. തർക്കം തുടരുന്ന കൊച്ചി സീറ്റിൽ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന് മേൽക്കൈ. ഷിയാസിനായി സമ്മർദ്ദം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ദീപ്തി മേരി വർഗീസിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് KC വേണുഗോപാലിന്റെ ആവശ്യം. ഇന്നലത്തെ ചർച്ചയ്ക്കിടെ സതീശൻ ഇറങ്ങിപ്പോയി. M ലിജുവിന് തൃപ്പൂണിത്തറയ്ക്ക് പകരം കായംകുളം സീറ്റ് നൽകാനാണ് നീക്കം. സജോ ദേവസ്യ ചേരുന്നുണ്ട്. സജോ, ഒരു തീരുമാനമാകണം. കൊച്ചിയാണെങ്കിലും തൃപ്പൂണിത്തറയാണെങ്കിലും ഇനി സമയമൊട്ടുമില്ല. ഇതിൽ ചില പോസ്റ്ററുകൾ അടക്കം ഉയർന്നു ദീപ്തി മേരി വർഗീസിന്റെയും. പക്ഷേ VD സതീശന്റെ താല്പര്യം നമുക്കറിയാം. അതിൽ അദ്ദേഹത്തിനൊരു പിണക്കമുണ്ടോ? ഇതിപ്പോൾ നേതാക്കൾ തങ്ങളുടെ താല്പര്യക്കാർക്കും നോമിനികൾക്കും വേണ്ടി വാശി പിടിക്കുന്നു, വാദിക്കുന്നു. അത് സ്ഥാനാർത്ഥി പട്ടികയെ ബാധിക്കുന്നു. അതാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തീരുമാനമുണ്ടാകുമോ? അടിച്ച പോസ്റ്ററുകൾ വെറുതെയാകുമോ? എന്ത് സംഭവിക്കും കൊച്ചിയിൽ? അപ്പുറത്ത് തൃപ്പൂണിത്തുറയിൽ എന്ത് സംഭവിക്കും? റോഷ്നി, നേതാക്കളുടെ നോമിനികൾ ആര്, സമവാക്യങ്ങൾ, കോൺഗ്രസിനകത്തെ അധികാര ആഭ്യന്തര ഗ്രൂപ്പ് സമവാക്യങ്ങൾ എന്ത് എന്നത് തന്നെയാണ് പലയിടങ്ങളിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏറ്റവും പ്രധാനമായ ഘടകമായി മാറുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. കൊച്ചിയെ സംബന്ധിച്ച് അവിടെ രണ്ട് പേരുകളാണ് പ്രധാനമായും ഉയർന്നത്. ഒന്ന് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന്റെ പേരാണ്, മറ്റൊന്ന് ദീപ്തി മേരി വർഗീസിന്റെ പേരാണ്. അതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഏറ്റവും ശക്തമായ സമ്മർദ്ദം ചെലുത്തിയത് അവിടെ മുഹമ്മദ് ഷിയാസിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് വേണ്ടിയാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിന്റെ പേരിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു. ദീപ്തിക്ക് കൊച്ചിയിൽ സീറ്റ് ലഭിക്കാനുള്ള സാധ്യത ഒരു പരിധിവരെ മങ്ങുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ദീപ്തി മേരി വർഗീസിന്റെ പേര് നിർദ്ദേശിച്ചത് KC വേണുഗോപാലാണ്. അവിടെ നമ്മൾ കണ്ടതാണ്. അവർ പ്രാഥമികമായി പോസ്റ്ററുകൾ അടക്കം തയ്യാറാക്കിയതാണ്. അതിന്റെ പ്രിന്റിംഗ് ഒടുവിൽ നിർത്തിവെച്ചിട്ടുണ്ട്. പക്ഷേ അതിനുവേണ്ടി അവർ പൂർണ്ണ സജ്ജയായതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ കടുത്ത സമ്മർദ്ദം ആ പേരിലേക്ക് തന്നെ എത്തിച്ചേരാൻ കാര്യങ്ങൾ അങ്ങോട്ടേക്ക് നീങ്ങുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. വൈകാതെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും. പക്ഷേ ഇക്കാര്യത്തിൽ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന മറ്റൊരു വിവരം, അതായത് KC വേണുഗോപാൽ ഈ ജില്ലയിൽ തന്നെ അദ്ദേഹം നിർദ്ദേശിച്ച ഒരു പേരാണ് ദീപ്തി മേരി വർഗീസിൻ്റെത്. അത് പ്രതിപക്ഷ നേതാവിന്റെ സമ്മർദ്ദം കണക്കിലെടുത്ത് മുഹമ്മദ് ഷിയാസിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്ന സാഹചര്യം രൂപപ്പെടുമ്പോൾ തൃപ്പൂണിത്തറയിൽ നേരത്തെ KC വേണുഗോപാലിന്റെ തന്നെ പിന്തുണയുള്ള M ലിജുവിനെ കായംകുളത്തിന് പകരം തൃപ്പൂണിത്തറയിൽ, അതായത് എറണാകുളം ജില്ലയിലെ ഒരു സീറ്റിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ആലോചന കൂടിയും ഒടുവിൽ നടക്കുന്നുണ്ട്. അദ്ദേഹത്തോട് നേരത്തെ നിർദ്ദേശിച്ചിരുന്നത് കായംകുളത്തേക്ക് പോവുക, അതായത് അമ്പലപ്പുഴ മാറിയപ്പോൾ കായംകുളത്തേക്ക് പോവുക, അവിടെ പ്രവർത്തിക്കാനുള്ള നിർദ്ദേശമാണ് ആദ്യം നൽകിയിട്ടുള്ളത്. പക്ഷേ അവിടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല. അതിന്റെ കാരണം ഈ ലിസ്റ്റ് പുറത്തു വരും വരെ കാത്തിരിക്കാനുള്ള ഒരു നിർദ്ദേശം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാകും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏറ്റവും ഒടുവിൽ മറ്റൊരു ആലോചന കൂടി നടക്കുന്നു. കായംകുളത്ത് മറ്റു പേരുകൾ കൂടിയുണ്ട്. ഹരിതബാബുവിന്റെ ഉൾപ്പെടെ പേരുകൾ അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ എറണാകുളത്ത് ഈ സമവാക്യം, ഗ്രൂപ്പ് സമവാക്യവും വളരെ പ്രധാനമാണ്. വൈപ്പിനിൽ ടോണി ചമ്മണിയുടെ പേരിനാണ് അംഗീകാരം കിട്ടുന്നതെങ്കിൽ അവിടെ ഒരു A ഗ്രൂപ്പ് പ്രാതിനിധ്യം വന്നു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ തൃപ്പൂണിത്തറയിലേക്ക് ലിജു വരാനുള്ള സാധ്യത ഇനിയും അടഞ്ഞിട്ടില്ല എന്നതാണ്. ലിജു തൃപ്പൂണിത്തറയല്ല ആഗ്രഹിച്ചിരുന്നത്, അമ്പലപ്പുഴയിൽ മത്സരിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. അവിടെ പക്ഷേ G സുധാകരൻ വരുന്ന ഒരു പ്രത്യേക സവിശേഷ സാഹചര്യം ഉണ്ടായപ്പോഴാണ് കായംകുളം നിർദ്ദേശിച്ചത്. പക്ഷെ നേരത്തെ റോഷ്നി ശരിയായി സൂചിപ്പിച്ചതുപോലെ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ, നേതാക്കളുടെ നോമിനികൾ, ഇത്തരം കാര്യങ്ങളാണ് പലപ്പോഴും നമുക്കറിയാവുന്നതുപോലെ പിന്നീട് ഇലക്ഷന് ശേഷം, തിരഞ്ഞെടുപ്പിന് ശേഷം തലയെണ്ണലൊക്കെ വരും എന്നത് നമുക്കറിയാം. ആ രാഷ്ട്രീയമൊക്കെ നമ്മൾ മുൻകാലത്തും നിരീക്ഷിച്ചിട്ടുള്ളതാണ്. അതറിയുന്നവർക്ക് അതറിയാം. അപ്പോൾ സ്വാഭാവികമായും എറണാകുളത്തേക്ക് KC വേണുഗോപാലിന്റെ ഒരു നോമിനി വേണം എന്ന സാഹചര്യം രൂപപ്പെടുകയാണെങ്കിൽ തൃപ്പൂണിത്തുറയിൽ ലിജുവിന്റെ പേരിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെയല്ലെങ്കിൽ അദ്ദേഹം കായംകുളത്തായിരിക്കും മത്സരിക്കുക എന്നാണ് കാണേണ്ട ഒരു കാര്യം. തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുന്നത് ലിജുവിനെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി അദ്ദേഹം അത് ആഗ്രഹിച്ച സീറ്റ് ആണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും കുറെ കൂടി മികച്ച മത്സരം അദ്ദേഹത്തിന് പുറത്തെടുക്കാൻ കഴിയുന്ന മണ്ഡലമാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ലിജുവിന്റെ പേര് ഒരുപക്ഷെ അവസാനം സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയിൽ കൂടെ വന്നേക്കാം. CEC പൂർത്തീകരിക്കുമ്പോൾ ഒരുപക്ഷെ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാം എന്നാണ്. പക്ഷേ ഇതിനകത്തെ രസം അവസാനം വരെ സസ്പെൻസ് ആണ്. അവസാനം വരെ ഇത്തരം അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതെ, അപ്പോൾ ഇനി വരുന്ന പട്ടികയിലേക്കാണ് എല്ലാ നോട്ടവും. കൊച്ചിയാണെങ്കിലും തൃപ്പൂണിത്തറയാണെങ്കിലും പെരുമ്പാവൂരാണെങ്കിലും ഒക്കെ ആ പട്ടികയിൽ ഉണ്ടാകുമോ ഒരു തീരുമാനം? അതോടുകൂടി അറിയാൻ കഴിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ആ പട്ടിക നമ്മൾ ഇന്ന് തന്നെ പ്രതീക്ഷിക്കുന്നതാണ്. അല്പസമയത്തിനകം തന്നെ വരുമ്പോൾ നോക്കാം ഏതൊക്കെ പേരുകൾ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളതിൽ ആകാംക്ഷ തുടരുന്നു.